ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷെമീസ് ക്രിയേഷൻ. അപ്പോൾ ചിക്കൻ വെച്ചിട്ട് നല്ല അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കടായിയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലിട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചിക്കനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഇവിടെ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചിട്ടുള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളകും പൊടി, ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ആവശ്യത്തിന് ഉപ്പും 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ വിനെഗറും കൂടി ചേർത്തുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. സ്റ്റൗവിലൊരു പാൻ വെച്ച് ഓയിലൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ടുകൊണ്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിക്കൻ എണ്ണയിലേക്ക് ഇടുന്ന ടൈമിൽ നല്ല ചൂടുണ്ടായിരിക്കണം കേട്ടോ. എണ്ണ നല്ല രീതിയിലൊക്കെ ഒന്ന് ഫ്രൈ ആവാം. എന്നിട്ട് പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. ഇത് നമുക്ക് എണ്ണയ്ക്കകത്തുനിന്ന് ഒന്ന് കോരി മാറ്റാം. അപ്പോൾ ബാക്കിയുള്ള ചിക്കനും ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ സെയിം ചട്ടി തന്നെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെ എടുത്തിട്ടുള്ളത് 3 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓയിലൊക്കെ ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളകും കൂടി ഇതുപോലെ ഒന്ന് നടുവ് കട്ട് ചെയ്തും കണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പിലൊക്കെ ഒന്ന് മൂപ്പായി വന്നതിന് ശേഷം ഇതിലേക്ക് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു വലിയ 3 സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നീളത്തിലരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്ത് സവാളയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ സവാളയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ സവാളയൊക്കെ ഇവിടെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോഴും വഴറ്റിയെടുക്കണം കേട്ടോ. ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തക്കാളിയുടെ ജ്യൂസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 തക്കാളി എടുത്ത് ഞാൻ നന്നായിട്ട് മിക്സീൻ്റെ ജാറിലിട്ട് അടിച്ചെടുത്തിട്ടുള്ളതാണ്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യുക. ഈ തക്കാളിയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ തക്കാളിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇവിടെ മസാലപ്പൊടികളുടെ ഒക്കെ പച്ചമണം മാറണം. ഒന്നുകൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തൊന്ന് കൊടുക്കും. ഇനിയാണ് കേട്ടോ ഇതിലേക്കുള്ള മസാലപ്പൊടി മെയിനായിട്ടുള്ള ചേർക്കുന്നത്. അപ്പോൾ ഞാനിത് ഒരു 3 വറ്റൽമുളകും 3 കാറാമ്പൂവും 3 പട്ടയും 3 ഏലക്കായും കൂടി ചേർത്ത് ഒന്ന് മിക്സിയുടെ ജാറിൽ വന്നിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടിയും ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതാണ് മെയിനായിട്ടുള്ള ഈ മസാല കേട്ടോ ഇതിലേക്കുള്ള. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തിട്ടുള്ളത് ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതും കൂടിയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ കടായിയൊക്കെ ഒന്നൊരു ഗ്രേവി പോലെ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ശകല ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പ് നിങ്ങൾക്ക് കുറവ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ചിക്കനിലും ഉപ്പ് ചേർത്തിട്ടാണ് ഫ്രൈ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ സവാള വഴറ്റിയപ്പോഴും നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കുറവാണെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തു കേട്ടോ.
പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇതിലത്തെ മസാല ഒക്കെ ഒന്ന് ചിക്കനിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ജസ്റ്റ് ഒന്നിങ്ങനെ തിളപ്പിച്ചാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മളെ കടായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് ബോളിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കാനും നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്കായിട്ട് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.